ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ വിസ തട്ടിപ്പ് നടത്തിയ പ്രതിയെ തട്ടിപ്പിനിരയായവരുടെ സഹായത്തോടെ ഇടുക്കി പോലീസ് പിടികൂടി. കോട്ടയം പുതുപ്പള്ളി സ്വദേശി പുളിക്കൽ റോയ് ജോസഫിനെയാണ് ചെറുതോണിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ലക്സംബർഗിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് നടപടി. യൂറോപ്യൻ രാജ്യമായ ലക്സംബർഗിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത പ്രതിയാണ് ഇടുക്കിയിൽ പിടിയിലായത്. കോട്ടയം പുതുപ്പള്ളി സ്വദേശി പുളിക്കൽ റോയ് ജോസഫിനെയാണ് തട്ടിപ്പിനിരയായവരുടെ സഹായത്തോടെ ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തത്. ബേക്കറി ജോലി, പാക്കിംഗ്, ഡ്രൈവിംഗ് തുടങ്ങിയ ജോലികൾ ലഭ്യമാക്കാമെന്ന വാഗ്ദാനത്തോടെയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഒരു വിസയ്ക്ക് 25 ലക്ഷം രൂപയാണ് ഇയാൾ ഈടാക്കിയിരുന്നത്. അഡ്വാൻസായി 10 ലക്ഷം രൂപ നൽകണം. പിന്നീട് നടപടികൾ പൂർത്തിയാകുമ്പോൾ 13 ലക്ഷം രൂപയും വിദേശത്തേക്ക് പോകുമ്പോൾ ബാക്കി 2 ലക്ഷം രൂപയും നൽകണമെന്ന വ്യവസ്ഥയിലാണ് പലരിൽ നിന്നും പണം വാങ്ങിയത്. പണം വാങ്ങുമ്പോൾ നോട്ടറി വക്കീൽ സാക്ഷ്യപ്പെടുത്തിയ രസീതുകളും ഇയാൾ നൽകിയിരുന്നു. 13 ലക്ഷം രൂപയുടെ ചെക്കും ഉദ്യോഗാർത്ഥികൾ നൽകണം എന്നതായിരുന്നു വ്യവസ്ഥ. ഇടുക്കി മണിയാറൻകുടിയിലെ 10ഓളം പേരിൽ നിന്ന് മാത്രം 87 ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തതായും പോലീസ് പറയുന്നു. വീടും സ്ഥലവും പണയം വെച്ചും സ്വർണം വിറ്റുമാണ് പലരും പണം നൽകിയത്. വിസ ലഭിക്കാതായതോടെ വഞ്ചിക്കപ്പെട്ടവർ വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് പരസ്പരം ബന്ധപ്പെട്ടു. ഇതിനിടെ വ്യാഴാഴ്ച ഇയാൾ ചെറുതോണിയിലെ ഒരു വക്കീൽ ഓഫീസിൽ 10 പേരിൽ നിന്നും പണം വാങ്ങുവാൻ എത്തുമെന്ന വിവരം ലഭിച്ചു. തുടർന്ന് പല സ്ഥലങ്ങളിലായി കാത്തുനിന്നിരുന്ന ആളുകൾ രാവിലെ 11 മണിയോടെ ഓഫീസിലെത്തി പ്രതിയെ വളഞ്ഞ് തടഞ്ഞു വെച്ചു. പണം തിരികെ നൽകാൻ 1 മാസം സമയം ചോദിച്ചതോടെ പ്രശ്നം അതിരൂക്ഷമായി. ഇതിനിടെ ഡൽഹിയിലുള്ള ഇയാളുടെ ഭാര്യ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയെ വിളിച്ച് ഭർത്താവിനെ തടഞ്ഞു വെച്ചതായും അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി റോയ് ജോസഫിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വലിയ വിസ തട്ടിപ്പ് സംഘത്തിലെ കണ്ണിയായിരിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പഞ്ചാബ്, ഡൽഹി എന്നിവിടങ്ങളിൽ ഓഫീസുകൾ ഉണ്ട് എന്ന് ഇയാൾ അവകാശപ്പെടുന്നുണ്ട്. മൂലമറ്റം, മണിയാറൻകുടി, കട്ടപ്പന, ഉപ്പുതറ, കോട്ടയം, മലപ്പുറം, തൊടുപുഴ, തൃശൂർ മേഖലകൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ നിന്നും ഇയാൾ വിസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. തൃശ്ശൂർ പെൺപിള്ളയുടെ കെയറോപ്പിലെ 2 കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാർ 6 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. കോട്ടയത്തുള്ളത് കിടപ്പേടം പണയം വെച്ചിട്ട് 15 ലക്ഷം രൂപ മൂന്ന് പേര് കൂടി കൊടുത്തിട്ടുണ്ട്. 15 ലക്ഷം രൂപ. അറസ്റ്റിലായ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.